ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡ്രൈവിംഗ് ലൈസൻസിൽ എങ്ങനെയാണ് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പഴയ മൊബൈൽ നമ്പർ മാറ്റി പുതിയ മൊബൈൽ നമ്പർ എങ്ങനെ ആഡ് ചെയ്യാമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതിന് ആവശ്യമായി വേണ്ട രേഖകൾ, അതായത് നിങ്ങളുടെ ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈസൻസിൽ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ളവർക്ക് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാം. അതെങ്ങനെയെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അത് നിങ്ങളുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഏതെങ്കിലും ഒരു ബ്രൗസറിൽ പരിവാഹൻ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പരിവാഹൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് എന്നുള്ള ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് തുറന്നു വരും. ഇവിടെ ഏറ്റവും ലൈസൻസ് മെനു എന്നുള്ള ഒരു ഭാഗം കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെയുള്ള അതേഴ്സ് എന്നുള്ള ഒരു ഭാഗം കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അപ്ഡേറ്റ് മൊബൈൽ നമ്പർ എന്നുള്ളൊരു ഭാഗം കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു പേജ് തുറന്നു വരും. ഇവിടെ ആയിട്ട് നിങ്ങളുടെ ആധാർ നമ്പർ, വോട്ടർ ID കാർഡ് ഉപയോഗിച്ച് നമുക്ക് വെരിഫിക്കേഷൻ ചെയ്യാം. ഞാനിവിടെ ആധാർ കാർഡ് സെലക്ട് ചെയ്ത് കൊടുത്ത് ആധാർ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതായത് നിങ്ങൾ ആധാർ നമ്പറും മൊബൈൽ നമ്പറും ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു ആധാർ നമ്പറാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതിനുശേഷം ഓതൻറ്റിക്കേറ്റ് എന്നുള്ള ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആധാർ നമ്പറിൽ, അതായത് ആധാർ ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു വൺ ടൈം പാസ്വേഡ് വരുന്നതാണ്. നിങ്ങൾക്ക് വന്ന വൺ ടൈം പാസ്വേഡ് എൻ്റെ OTP എന്നുള്ള ആ ഒരു ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വലതുവശത്ത് കാണുന്ന 3 ബോക്സ് കാണാം. ആ ഒരു ടിക്ക് മാർക്ക് ചെയ്യേണ്ടതുണ്ട്. ആ ഒരു 3 ബോക്സിലും ടിക്ക് ചെയ്ത് താഴെയുള്ള ഓതൻറ്റിക്കേറ്റ് എന്നുള്ള ആ ഒരു ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ആധാർ ഡീറ്റെയിൽസ് ഫെച്ച് ചെയ്ത് വന്നിട്ടുണ്ടാവും. നിങ്ങളുടെ ആധാർ കൊടുത്തിരിക്കുന്ന വിവരങ്ങളെല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം താഴെയുള്ള പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു സെലക്ട് എന്നുള്ളൊരു ഭാഗം കാണാം. അവിടെ സെലക്ട് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡ്രൈവിംഗ് ലൈസൻസ് ആണോ, അതോ കണ്ടക്ടർ ലൈസൻസ് ആണോ, അതോ ലേണേഴ്സ് ലൈസൻസ് ആണോ, ഏത് ലൈസൻസാണ് നിങ്ങൾക്ക് മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യേണ്ടത്, അതായത് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യേണ്ടത്, ആ ഒരു ഭാഗം സെലക്ട് ചെയ്യുക. ഞാനിവിടെ ഡ്രൈവിംഗ് ലൈസൻസ് ആണ് സെലക്ട് ചെയ്യുന്നത്. അതിനുശേഷം ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ നമ്പർ താഴെയുള്ള ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ആദ്യം നിങ്ങളുടെ ജില്ലാ അടിസ്ഥാനത്തിലാണ് വരുന്നത്. പാലക്കാട് ആയതുകൊണ്ട് KL 09 എന്ന് കാണും. അതിനുശേഷം നിങ്ങൾ എടുത്ത, അതായത് നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത ഡേറ്റാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതെല്ലാം നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറിൽ ഉണ്ടാകുന്നതാണ്. നിങ്ങൾക്ക് നമ്പർ കുറവാണെങ്കിൽ അതിന് ശേഷം വരുന്ന ഭാഗത്ത് 00 ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാവും. ടോട്ടലായിട്ട് 15 അക്ക നമ്പർ വേണം. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽസുകളാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതെല്ലാം ഓക്കെ ആണെങ്കിൽ താഴെ ഒരു പ്രൊസീഡ് എന്നൊരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോക്സ്, അതായത് ഇങ്ങനെ ഒരു പേജ് തുറന്നു വരും. ഇവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ, അപ്ഡേറ്റ് ചെയ്യേണ്ട മൊബൈൽ നമ്പർ ഏതാണോ ആ ഒരു മൊബൈൽ നമ്പർ ആദ്യത്തെ ബോക്സിൽ ടൈപ്പ് ചെയ്യുക. അതിന് തൊട്ട് താഴെയായിട്ട് അതിൽ എന്താണ് നിങ്ങൾ മൊബൈൽ നമ്പർ മാറ്റുന്നത്, അതിനുള്ള റീസണാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ന്യൂ മൊബൈൽ നമ്പറിനോ ന്യൂ നമ്പറിനോ അങ്ങനെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴെയുള്ള ബോക്സിൽ നിങ്ങൾ മുകളിൽ കൊടുത്ത അതേ മൊബൈൽ നമ്പർ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു വൺ ടൈം പാസ്വേഡ് വരുന്നതാണ്. നിങ്ങൾക്ക് വന്ന വൺ ടൈം പാസ്വേഡ് എൻ്റർ OTP ഹിയർ എന്നുള്ള ആ ഒരു ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെ ഒരു വെരിഫൈ ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നിങ്ങൾ കാണാൻ സാധിക്കും നമ്മുടെ മൊബൈൽ നമ്പർ ലൈസൻസുമായിട്ട് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൻ്റെ മെസ്സേജാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈസൻസ്, നിങ്ങളുടെ മൊബൈൽ നമ്പർ അപ്ഡേറ്റ് ചെയ്യാനും, അതായത് പഴയ നമ്പർ മാറ്റി പുതിയ നമ്പർ ആഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്ന് നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന വിവിധ വീഡിയോകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.